ഒരു സംഘടനയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന സമയത്ത് അവരതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ഇതാണ് ആ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. തുറിച്ചുനോട്ടങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലൈംഗികമായി പലരും അധിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയാണ്. അത് പല രീതിയിലാണത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരുടെ സിനിമയ്ക്ക് തിയേറ്റർ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ പരാതി പറഞ്ഞു കഴിയുമ്പോൾ അവർ ഈ സംഘടനയുടെ അച്ചടക്കം ലംഘിച്ചെന്ന് കാട്ടി അവരെ പുറത്താക്കുക. പക്ഷെ അവർ ഈ പരാതി പറഞ്ഞ ആളുകളൊക്കെ ഈ സംഘടനയുടെ തലപ്പത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതിഷേധിക്കുന്നവരെ എതിരെ അവരെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് എപ്പോഴും ഒരു സംഘടനയുടെ മികച്ച പ്രവർത്തനത്തിനൊക്കെ ഒരു ആശാസ്യകരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ അത് നിശ്ചലമാക്കുക എന്നുള്ളതാണ്. അത് പല രീതിയിലുള്ള ഒറ്റപ്പെടുത്തലുകൾ. അപ്പോൾ അത് ഈ സാന്ദ്രയുടെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് സംഘടനയുടെ അകത്തു നിന്നും പിന്നെ അവർ പുറത്ത് അവരുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതാണ്. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് സാന്ദ്ര വളരെയധികം ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നലെ അവർ പർദ്ദ ധരിച്ചെത്തിയപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് തനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ദുരനുഭവം ആരുടെ ഭാഗത്തു നിന്നാണോ ഉണ്ടായിട്ടുള്ളത് അവർ തന്നെ ആ നേതൃസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നു, അവർ തന്നെ ആ സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നു.